ബറാത്ത് നോമ്പിൻ്റെ അന്ന് എടുത്തു വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ നേരത്തെ പണിയൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറച്ചിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഹാദുക്കുട്ടനും നോമ്പുണ്ട്, എല്ലാവർക്കും നോമ്പുള്ളത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാ നല്ല ഒരു സന്തോഷം തോന്നിയിട്ടോ. രാവിലെ തന്നെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നേരെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്ന് ഓതണം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ. എന്തായാലും ആദ്യം തന്നെ ബീഫ് മേടിപ്പിച്ചു. ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ട് എന്തെങ്കിലും സമൂസ പോലെ ഉണ്ടാക്കാം, ബീഫ് കറിയും വെക്കാം എന്ന് വെച്ചിട്ട് ചിക്കൻ ഇവിടെ ഉമ്മി കഴിക്കാത്തത് കൊണ്ട് എന്തായാലും ബീഫ് മേടിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ബീഫ് കറി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒറോട്ടി ആദ്യം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. വാങ്ങിക്കാമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ട്. ഹാദുക്കുട്ടനാണെങ്കിലും ഈ വീട്ടിലുണ്ടാക്കുന്ന ഒറോട്ടിയോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുതലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അരിപ്പത്തിരിയുടെ കാര്യമാണ് ഈ ഒറോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തേങ്ങ തിരുകി നമ്മുടെ തേങ്ങാപ്പാലിനും, പിന്നെ നമ്മൾ ഞാനോർത്തു സമൂസയും പിന്നെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, ചെറിയ പഴങ്ങൾ, അപ്പോൾ അതൊന്ന് നിറച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴത്തിൻ്റെ നടുവിലായിട്ട് ഓരോ വരയിട്ട് കൊടുത്തിട്ട് അത് നന്നായി തുറന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ തേങ്ങാൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ നേരിയതായിട്ട് കലക്കിയിട്ട് അതിലിതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയും അതുപോലെ നെയ്യും കൂടെ ചേർത്ത് കുറച്ചെണ്ണ മതിയാവും, വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഈ ഒരു പഴമൊക്കെ നന്നായി വേകുന്ന വരെ ഒന്ന് ആക്കിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളി പഴം നിറച്ചത് റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്, ഏകദേശം 3/4 ഭാഗം ആയ സമയത്താണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു മരണവാർത്ത അറിയുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം ആക്കി വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങാൻ കേട്ടോ ഉണ്ടായത്. പോകുന്ന വഴിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. 10th പിരിഞ്ഞതാണ്, പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാറുണ്ടേ. അങ്ങനെ നേരെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ സുലൂമിയൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോനും എന്നെ വരും കേട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും പോകുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.